ചെറുവില നടക്കാൻ അത്തരത്തിലൊരു പദ്ധതിക്ക് വേണ്ടി തന്നെ ലെറ്റർ പേഡിൽ ഒരു പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. വെറും വാഗ്ദാനം മാത്രമായിരുന്നു, പൊള്ളയായ വാഗ്ദാനമായിരുന്നു അതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹൈക്കോടതിയുടെ ബെഞ്ച് കൊണ്ടുവരുമെന്ന് എല്ലാ കാലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം നിവാസികൾക്ക് വാഗ്ദാനമായി നൽകി കടന്നു പോകുന്നത്. എന്നാൽ 15 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നാം പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ചെറുവില ഇറക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നമുക്ക് അർഹതപ്പെട്ടതല്ലേ പ്രിയമുള്ളവരെ? ഈ തലസ്ഥാന നഗരിയിൽ ഹൈക്കോടതിയുടെ ബെഞ്ച് കൊണ്ടുവരുന്നതിന് അർഹതപ്പെട്ട ഒരു നഗരമായിരുന്നിട്ടും അതിനുവേണ്ടി ഒരു ചെറുവില ഇറക്കാൻ അതിന് അർഹതപ്പെട്ട ഭരണഘടനാപരമായി ജനാധിപത്യപരമായി ബാധ്യതയുള്ള ഒരു ജനപ്രതിനിധി വാഗ്ദാനം മാത്രം നൽകി കടന്നുപോകുക എന്നുള്ളതല്ലാതെ അതിനുവേണ്ടി ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായില്ല എന്ന് നാം